ഇതാണ് മകളെ കടലമ്മയുടെ കളി. ഒരു തുറയിന്ന് ഓടിച്ചപ്പോ വേറൊരു തുറയില്. നിനക്കും മകാനും തന്തോയം തന്നില്ലേ? പിറന്നു വീണ മണ്ണീന്ന് പോന്നപ്പോ ഉള്ളം പറഞ്ഞു പോയി. പിന്നെ കരുതി കടാലിങ്ങനെ പരന്നു കിടക്കല്ലേ, ഒരിടം അല്ലെങ്കിൽ വേറൊരിടം. വേലക്കാരൻ ചമ്പൻകുഞ്ഞിനെ കടക്കാരനും തെണ്ടിയും ഭ്രാന്തനും ഒക്കെയാക്കി. ചക്കി പോയപ്പോ അയാൾക്ക് കൂട്ടിന് പെണ്ണൊരുത്തി പാപ്പയമ്മ കൂട്ടിന് വന്നു. അവരാരാ? കണ്ടങ്കോരം വലക്കാരന്റെ അരയെത്തി. പാവം. ഞാൻ ആദ്യം ചിറ്റമാനെ വെറുത്തിരുന്നെങ്കിലും പിന്നെ അതിനോട് എനിക്ക് കഷ്ടം തോന്നി. മൂത്തിയമ്മ ഈ കണ്ണോണ്ട് എന്തൊക്കെ കണ്ടിരിക്കുന്നു. കടാലില് പോണ അരയന്റെ ജീവൻ കുടിയിലിരിക്കണ അരയത്തിയുടെ കയ്യിലാണെന്ന് പറയുമായിരുന്നു. ഇപ്പം വന്ന് വന്ന് തൊറയിലെ മുറയെല്ലാം പോയില്ലേ? ഇപ്പൊ ചെറുവാല്യക്കാരി ഇത് വല്ലതും നോക്കണണ്ട. ഇന്ന് നല്ല കോളായിരുന്നു. കടലമ്മ കനിഞ്ഞു മുത്തിയമ്മേ. എന്റെ മകാൻ തന്നെ വെച്ചാ മതി. ഞാൻ വെച്ചാലും അമ്മാച്ചി വെച്ചാലും എന്താണ് ഭേദം? അത് നേര്. വള്ളം ഇറക്കിയന്റെ വീതം മുത്തിയമ്മക്കും ഇരിക്കട്ടെ. മകാന് കടലമ്മ തുണയ്ക്കും. ഇനി എന്റെ മകാന് ഈ തോറേന്ന് നല്ലൊരു പെണ്ണിനെ കൊണ്ടുവരാം. ഞാനത് ചെറുക്കനോട് പറയാനിരിക്കായിരുന്നു. വേറെ പെണ്ണൊന്നും എനിക്ക് ആലോചിക്കണ്ട. ഇത് കേട്ടാ മുത്തിയമ്മേ, ആ പെണ്ണിനെയും ചോദിച്ചോണ്ട് ഇനി അങ്ങാട്ട് ചെല്ലാനാ? അങ്ങാട്ട് ചെല്ലണ്ട, വേറെ ആലോചിക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഓ, അത് ഞാൻ ഊത്ത് തുടങ്ങി. ഞാനും ചെല്ലട്ടെ മോളെ. ഉമാ, ഇന്നലെ വരെ കരിഞ്ഞു കിടന്ന കടലല്ലേ? എന്നിട്ടെങ്ങനെ? നല്ല കൊയ്ത്തായിരുന്നാ? എന്തു കൊയ്ത്തായിരുന്നോ? വല വലിച്ച വലക്കാർക്ക് വല പൊക്കാൻ പാടായിരുന്നു. അഴകണ്ണം മുതലാളിയായാലല്ലേ ഇക്കൊയ്ക്കും ഗുണമുള്ളൂ. എല്ലാ വലക്കാരും പോലെ അല്ല അഴപ്പണ്ണേ, ഞങ്ങക്കടെ വീതം കൂട്ടി തന്നേ. അലീക്കയും വേഗം പണക്കാരനാക്, എന്നിട്ട് വേണം ഞമ്മക്കടെ നിക്കാഹ്. നിക്കാഹ് ഉറപ്പിച്ച നല്ല കോഴി ബിരിയാണി വേണം. എനിക്ക് നല്ല ജോറായിരിക്കും. നല്ല പൂതി. കേറിക്കിടക്കാൻ ഒരിടയില്ലാത്തവനാണ് നിക്കാഹ് കഴിക്കാൻ പോണത്. ആമിന, ഇപ്പം വെള്ളം കോരിക്കൊണ്ട് വന്നാ? ഞമ്മള് പറഞ്ഞായിരുന്നു. പിന്നെന്താണ് താമസം? പുന്നാരമുള്ള റംല കൊടയെടുത്ത് കൊടുത്തായിരുന്നാ? കൊടുക്കുമായിരുന്നു. ഈ ആദ്യം പണിയെടുക്ക്. നിക്കാഹും മയ്യത്തും ഒക്കെ പിന്നെ. അന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പണിക്കടെ പഴംപുരാണം പറയല്ലെന്ന്. ഞമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞില്ല, നിന്റെ മകള് പറഞ്ഞ? അല്ലെങ്കിൽ വെള്ളം കോരാൻ വന്ന പയം പറഞ്ഞ? മക്കാർക്കൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ചവിട്ടി കൂട്ടിക്കളയുമല്ലാത്തിന് വരണെന്ന്. നമ്മുടെ കണ്ണി എന്നില്ലെങ്കിൽ എല്ലാടും മുടിഞ്ഞു പോവും. അലിക്കുഞ്ഞ് ഇതുവരെ വന്നില്ലേ? ഞാനെങ്കം കണ്ടില്ല. അവനിപ്പം മക്കാർക്കയുടെ കടയിലല്ലേ കിടപ്പേ. അപ്പൊ മക്കാറിക്കാൻ ഭാര്യ അവനും അവളും ആ റംലയൊക്കെ കൂടെ അതിനകത്താ കിടപ്പ്. അവൻ വരുന്നുണ്ടല്ലോ, അവനാട് തന്നെ ചോദിക്ക്. നീ കുളിച്ചോടാ അലിക്കുഞ്ഞെ? കടലിനൊരു ശുദ്ധമുണ്ട്. പെണ്ണുങ്ങളുടെ കൂടെ കിടന്ന കുളിച്ചിട്ടേ പടിഞ്ഞാട്ട് പോകാവൂ. അതിനാരാ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കിടന്നത്? നീ മക്കാരിക്കയുടെ കടയിലല്ലേ കിടന്നത്? കടയിലല്ല, പുറത്ത് തിണ്ണേല്. റംലേനെ എനിക്ക് പെരുത്തിഷ്ടാ, പക്ഷേങ്കില് നിക്കാവ് കഴിക്കാതെ. എന്നാ വെള്ളത്തിൽ കയറാൻ നോക്ക്. നേരം വൈകിക്കണ്ട, ചെല്ലേ. എന്റെ കടലമ്മേ, കാത്തുകൊള്ളണേ. ഇന്ന് നമുക്ക് രണ്ടിലൊന്നും അറിയണം അമ്മച്ചി. കൊറേ നാളായി ഓർത്തിട്ട് മനസ്സിൽ കുളിർമ തോന്നുന്നുണ്ട്. ഇതേപോലെ ഞാനും കൊമ്പൻ ചങ്കും കൂടി കടപ്പുറത്ത് വന്ന് അടിച്ച് നിരത്തിയിട്ടുണ്ട്. അടി തുടങ്ങിയ സകലവരും വീഴണം. അപ്പൊ അടിക്കണവരും വീഴുവാ? അടിക്കണവരും വീഴണം. പോഴാ തിരിഞ്ഞിരിക്കാതെ നടക്കല്ലേ? അതെ, വേഗം വന്ന്. എന്നെ പോലെ ചങ്കൂറ്റയുടെ തള്ളക്ക് വിറക്കണമെങ്കിലേ പുണ്യം ചെയ്യണം, പുണ്യം ചെയ്യണം. അടിക്കാൻ ആള് വന്നിട്ടുണ്ടോ? പിന്നെ എല്ലാരും വള്ളത്തിനരിയിലുണ്ട്. അന്ന് എല്ലാരും നിന്ന് അടിക്കണം കേട്ടാ. ഇതെന്താണ് അമ്മച്ചി വാക്ക് മാറ്റി മാറ്റി പറയണത്? നേരത്തെ പറയണ വീഴണം, ദേ ഇപ്പൊ പറയണ അടിക്കണാന്ന്.
ഡാ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറയണം കേട്ടാ. ഓ ഇടത്ത് വെച്ച് വലത്ത് ദേ വെച്ച് അമ്മച്ചി ചവിട്ടുകളെ തുടങ്ങി മുന്നിൽ കേട്ടാ. കയറി ചവിട്ടി തൊഴിച്ച അതെ അവൻ. അതൊക്കെ ഈ അഴകപ്പം ചെയ്തോളൂ കേട്ടാ. അമ്മച്ചിങ് നടന്നേ. ആ അമ്മച്ചിക്ക് 2 എണ്ണം കിട്ടുന്ന കണ്ടിട്ട് കൊറേ നാളായി. അവന്മാരെല്ലാരും ഉണ്ട് കേട്ടാ. പെട്ടെന്ന് സമയം കളയാണ്ട് ചെന്ന് കോർത്തോ. ഡാ, ഇതെന്താണ് ആരും ഗവനിക്കുന്നത്? ഞങ്ങൾക്ക് മീൻ തരാതെ വേറെ കൊടുക്കുവാടാ. നല്ല വില തന്നാ തരാ മുതലാളി. വില ഞങ്ങൾ നിശ്ചയിക്കണത്. ഒന്ന് പോടാ, അതൊക്കെ പണ്ട്. ദേ അഴകപ്പണ്ണനെ അറിയാലോ. അഴകപ്പനോ? ഓടി വാടാ. അതിര് കടകം ഇടത്ത് വെച്ച് എന്റെ അമ്മേ. സുമാര മുതലാളി, നയമ്പ് പിടിക്കുന്ന കയ്യായത്. ഒന്ന് പെടച്ചതാ. ഈ കോരി കൊണ്ടുവരുന്നതേ സമ്പാദിക്കാനല്ല, ഞങ്ങൾ 10-40 കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനാ. ഞങ്ങളെ നല്ല വില തരുന്നവർക്കേ കൊടുക്കത്തുള്ളൂ. ഞങ്ങളുടെ കഞ്ഞില് മണ്ണ് വാരിടാൻ വന്നാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. റംല, ഇങ്ങോട്ട് വന്നേ. റംല, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? നീ എന്താ വന്നേ? കടപ്പുറത്ത് വഴക്കാണെന്ന് പീടികയില് പറഞ്ഞു കേട്ട്. ഇവർക്ക് എന്തെങ്കിലും പറ്റിയോന്ന്? ഓ, ഇവർക്ക് പറ്റിയോന്ന്? എനക്കെന്താ പറ്റിയാ പറ്റിക്കോട്ടെ അല്ലേ? അതല്ല, ഇവർക്കും വേറെ ആരും ഇല്ലാത്തവരല്ലേ. അഴകപ്പണ്ണനൊന്നും പറ്റരുതെന്ന് ഞാൻ അള്ളാനോട് പറയാറുണ്ട്. ആ ദുഷ്ടന്മാര് അഴകണ്ണനെ തല്ലിയാ. അഴകണ്ണനെ തല്ലാനാ നടന്ന തന്നെ. ഞാൻ പോവാ. അലിക്കുഞ്ഞേ, നീ ഭാഗ്യവാനാടാ. ഓക്കെ എന്നെ പെരുത്തിഷ്ട. പക്ഷേങ്കി അയാൾ എനിക്ക് അവളെ നിക്കാതെ വെച്ച് തരൂല. ആ ഹിമാറിന്റെ മനസ്സിരിപ്പ് വേറെയാ. ഓളെ കെട്ടിയോളാക്കാനാണോ അവന്റെ പൂതി. അല്ല, റംല മക്കാരിക്കയുടെ മകളല്ലേ? മകളെ കെട്ടിയോളാക്കോ മനുഷ്യന്മാര്? അങ്ങനെയല്ല. റംലാന്റെ ഉമ്മ ആമിനത്താത്ത മക്കാരിക്കയുടെ 3ാമത്തെ ബീഡറാണ്. ആമിനത്താത്തയുടെ ആദ്യത്തെ കെട്ടിലുള്ളതാ റംല. അയാളെ തല്ലിക്കൊല്ലയുടെ ജാതിയാണല്ല. നീ ആദ്യം ഒരു കൂര ഉണ്ടാക്ക്, എന്നിട്ട് അവളെ വിളിച്ചിറക്കിക്കൊണ്ടു വാ. അത് തന്നെ ഞമ്മടെ മോഹം. ഇത്തവണ ചാകരക്കോള് കഴിഞ്ഞ ഉടനെ നിക്കാ. നീലി ചേച്ചി കൊമ്പൻ സ്രാവിനെ ജീവനോടെ കണ്ടിട്ടുണ്ടോ? പിന്നെ ദേ ഇത്രേ നീളമുള്ള കൊമ്പനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ അഴകപ്പണ്ണോട് പറഞ്ഞ ചൂണ്ടയിട്ട് നല്ല ഒരെണ്ണത്തിനെ കൊണ്ടുവരും. എടി നീ അത്ര കഷ്ടപ്പെടണ്ട കേട്ടാ. ഈ നീലിപ്പെണ്ണ് വിചാരിച്ചാലും കാര്യം നടക്കോ? പിന്നെ എന്താടി ഉഷിപ്പേ നിനക്കൊരു വിശ്വാസക്കുറവ്? പൂളു പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കൂ? പൂളുവാ, ഞാൻ എന്റെ 5ാമത്തെ വയസ്സിൽ കണ്ടതാ കൊമ്പനെ. അത് ഞാൻ ചൂണ്ടയിട്ട് പിടിച്ചത്. ഉപ്പിട്ട് വെച്ചാൽ ഉണക്ക സ്രാവ് ആയിരിക്കും. നീ പോടി. നിങ്ങക്ക് കൊമ്പൻ സ്രാവിനെ വേണ, ഞാൻ പിടിച്ചോണ്ട് വരാം. അഴകണ്ണ മാത്രല്ല, ഞാനും ഈ കടാലമ്മയുടെ മകളാണ്. ചൂണ്ട ഉണ്ടെങ്കിലൊന്ന് ചൂണ്ടയ്ക്കോ? വള്ളവും ചൂണ്ട അവിടെ ഇരിക്കണ്. വാടി.